വൈശു മോളെ എണീറ്റടാ, സ്കൂളിൽ പോണ്ടേ? മമ്മി മമ്മി എനിക്ക് സ്കൂളിൽ പോണ്ട മമ്മി, പ്ലീസ് മമ്മി, ഇന്നൊരു ദിവസം ഞാൻ ലീവ് എടുത്തോട്ടെ. ലീവ് എടുക്കാനോ? അതൊന്നും വേണ്ട, നീ വേഗം പോയി റെഡി ആയിട്ട് സ്കൂളിൽ പോകാൻ നോക്കിക്കേ. അമ്മ താഴെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വയ്ക്കാം. എന്താണ് വൈഷുമാർ ഒച്ചയും ബഹളവും ഒക്കെ? മാമ എനിക്ക് സ്കൂളിൽ പോകണ്ട, ഈ അമ്മ പറഞ്ഞാൽ കേൾക്കാനില്ല. റെഡി സ്കൂളിൽ പോകാൻ പറയുന്നു. അയ്യോ, സ്കൂളിൽ പോകണ്ടിരുന്ന എങ്ങനെയാ മോളെ? എന്നൊരു കാര്യം ചെയ്യാം, വിശ്വമാമൻ ഇന്ന് മോളെ സ്കൂളിൽ കൊണ്ടുവിടാം. ഓക്കെ ചേച്ചി താഴെ പോയിക്കോ ചേച്ചി, ഈ കുറുമ്പേ ഞാൻ റെഡി ആയിക്കോളാം. നിങ്ങളെ ചെറിയച്ഛനും മോളും കൂടെ എന്താ വിചാരിക്കും? പപ്പയുടെ മോള് സുന്ദരി കുട്ടിയായല്ലോ. ഇങ്ങനെ ജിത്തുമാമനെ പപ്പ കണ്ടിരുന്നേ. ശരി ഏട്ടാ, എന്നാ ഞങ്ങൾ പോയിട്ട് വരാം. ആടാ ചെല്ലു. ആരാ മോളെ? അതാണ് എൻ്റെ ടീച്ചർ മിഴി. ഇതാ എൻ്റെ ക്ലാസ് ടീച്ചർ. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ടീച്ചറിനെ. ടീച്ചർ പാവാ. മിഴി മാമനെന്തോ സമയം കണ്ടോണ്ടിരിക്കുക. ടീച്ചർ, മിഴി ടീച്ചർ. മോളെ വൈഷ്ണവി നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ടല്ലോ ഒന്ന്. മോളെ അച്ഛനല്ലേ? അല്ല ടീച്ചർ, ഇതിന്റെ ചെറിയച്ഛനാ. വാ മോളെ, ക്ലാസ്സിൽ പോണ്ടേ? ആ ടീച്ചറെ, ഞാൻ ദാ വരുന്നു. മാമ ടാറ്റാ. ടാറ്റാ, മാമൻ നിന്നെ വൈകുന്നേരം വിളിക്കാൻ വരാട്ടോ. ഓ എൻ്റെ ചക്കരെ, വരാൻ കുറച്ച് ലേറ്റായി പോയി, ക്ഷമിക്ക്. അല്ല, നിന്റെ മിഴി ടീച്ചർ പോയോ? എന്തേ, എനിക്ക് ചോദിക്കാൻ പാടില്ലേ? അവളെ നേരെ പരിചയപ്പെടാൻ പറ്റിയില്ലല്ലോ. ഇത് വിശ്വജിത്ത്. ആ എൻ്റെ ചക്കരി ദേ വരുന്നു. ശരി ടീച്ചർ, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ഇപ്പൊ ഐസ്ക്രീം കിട്ടിയപ്പോ നമുക്ക് സമാധാനമായില്ലേ കുറുമ്പി? അതെന്താ നീ അങ്ങനെ ചോദിച്ച്? സത്യം പറഞ്ഞാ എനിക്ക് അവളെ ഒത്തിരി അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. അവളുടെ ചിരി, തിളങ്ങി നിൽക്കുന്ന ഉണ്ട കണ്ണുകള് എല്ലാം എന്തോ എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമായി. അതെന്താ മിഴി ടീച്ചർ അങ്ങനെ പറഞ്ഞേ? അത് പിന്നെ മിഴി ടീച്ചർക്ക് വയ്യാത്തതല്ലേ. എന്താ അവൾക്ക്? മിഴി ടീച്ചർക്ക് എന്തോ വലിയ അസുഖമാണ്. ടീച്ചർ എപ്പോൾ വേണമെങ്കിലും മരിച്ചു പോകുന്നാ പറയണേ. ദിവസങ്ങൾ പ്രകാശവേഗത്തെ പോലും മറികടന്നുകൊണ്ട് സഞ്ചാരം തുടർന്നു. വൈഷ്ണവിയെ സ്കൂളിൽ കൊണ്ടുപോയി വിടുന്നതും മിഴിയെ കാണുന്നതും അവനൊരു പതിവാക്കി മാറ്റി. ടീച്ചറെ ഒന്ന് നിൽക്കാവോ? വിശ്വജിത്ത്, എന്താ പറയൂ. ടീച്ചറെ, ഞാനത് പറയുന്നതുകൊണ്ട് ഒന്നും വിചാരിക്കരുത്. ഒറ്റ ദിവസം ഞാൻ ടീച്ചറെ കണ്ടിട്ടുള്ളൂ. അത് ആദ്യമായിട്ട് കാണുന്നത് ഇന്നലെയുമാണ്. എനിക്കിതെങ്ങനെ പറയേണ്ടതെന്നൊന്നും അറിയത്തില്ല. എനിക്ക് ടീച്ചറിനെ ഭയങ്കര ഇഷ്ടമായി. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ടീച്ചറിനെ. താനിത് എന്തൊക്കെയാ പറയുന്നത്? മിസ്റ്റർ വിശ്വ, എനിക്ക് തന്നോട് അങ്ങനെ ഒരു ഫീലിങ്സ് ഉള്ളതെന്ന് മനസ്സിലായി. അതിപ്പോൾ ആര് പറയാനും ശരി, എന്ത് പറയാനും ശരി. ദിവസങ്ങളാവട്ടെ മാസങ്ങളാവട്ടെ മിന്നൽ വേഗത്തിൽ കടന്നുപോയി. അവന് തിരിച്ചു പോകേണ്ട അത്യാവശ്യം വന്നു. ഉടനെ തന്നെ അവൻ തിരിച്ചു പോവുകയായിരുന്നു. ശരി ഏട്ടാ, ഞാൻ ഇറങ്ങട്ടെ. വിശ്വ,
താനിന്ന് നിൽക്കൂ, താൻ പോവുകയാണെന്ന് എനിക്കറിയാം. പക്ഷേ താൻ എന്നോട് പറഞ്ഞില്ലായിരുന്നു തനിക്കെന്നെ ഇഷ്ടമാണെന്ന്. എനിക്ക് തന്നെ ഒത്തിരി ഇഷ്ടമാണ്. അതെന്തുകൊണ്ടാണ് ഞാൻ പറയാതെ വെച്ചാൽ ഐ എം എ ക്യാൻസർ പേഷ്യൻറ്റ്. ഞാൻ എപ്പോൾ വേണമെങ്കിലും മരണപ്പെടാനുള്ള സാധ്യതയുണ്ട്. തൻ്റെ ജീവനും കൂടെ എനിക്ക് അപകടത്തിലാക്കാൻ താല്പര്യമില്ല. അതുകൊണ്ടായിരുന്നു ഐ റിയലി ലവ് യു. താങ്ക് യു സോ മച്ച്. തൻ്റെ ഒരു അക്സെപ്റ്റൻസ് മാത്രമേ എനിക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്നു. വിശ്വ ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചു. എന്നിരുന്നാലും അവൻ്റെ മനസ്സ് മൊത്തം നീ പറഞ്ഞ വാക്കുകളിലായിരുന്നു. 2 മാസത്തിന് ശേഷം അവൻ വീണ്ടും തിരിച്ച് നാട്ടിലേക്ക് എത്തി. ഹലോ ചേച്ചി, മിഴി എവിടെ? അവൾ താമസം അറിയോ? അത് പിന്നീട് എന്നോട് പറയാൻ വരുമായിരുന്നു. അവള് പോയിനോ? എന്ത്? എടാ, അവളൊരു ക്യാൻസർ പേഷ്യൻ്റാണ്. ജനിമൃതിയിലും അതിമധുര ചുംബന നേരം അറിയുമനുപമരാഗം ചിരപ്രണയമേ പ്രണയമേ